ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടെ. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഞാൻ ഏതിലാണെന്ന് ഓർക്കുന്നില്ല, കർത്താവിനെ കുറിച്ച് പറയുന്നത് കർത്താവിന് അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവിന് വിചാരിച്ച് എന്താ ചെയ്യാൻ വയ്യാത്ത. കർത്താവ് ചെയ്തിട്ട് നടക്കാതെ പോയെന്നല്ല പറയുന്നത്, അല്ല കർത്താവ് കൽപ്പിച്ചിട്ട് നടക്കാതെ പോയതല്ല, ഇവരാരും അവൈലബിളായി. കാരണം അവർ കർത്താവിൽ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ ആശ്രയിച്ചില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അന്നേരമാണ് നമ്മുടെ വിശ്വാസം വ്യതിചലിക്കുന്നത് അല്ലെങ്കിൽ ക്ഷയിക്കാറുണ്ട്. നമ്മൾ അന്നേരം ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ ശക്തിയിൽ നമുക്കതിനെ പരിഹരിക്കാൻ നോക്കും. ഇപ്പോൾ ഒരു നല്ല ഒരു അസുഖം വന്നു, ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തു, റിപ്പോർട്ട് വന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം, അതിൽ നല്ല ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്താ? നമ്മുടെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്സ് എന്താ? പെട്ടെന്ന് നമ്മൾ ഏതാണ് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഏതാണ് നല്ല ഡോക്ടേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരാണ്, പെട്ടെന്ന് നമ്മളത് മനസ്സിൽ കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പെട്ടെന്ന് അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ എന്താണ് സാധ്യത? ഇപ്പോൾ മിനിസ്റ്റർ ലെവലിൽ പോകണോ, അതോ MP ലെവലിൽ പോകണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കർത്താവിൽ ആശ്രയിച്ചത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർത്താവെ നോക്കിക്കോണേ, അല്ലെങ്കിൽ സൗഖ്യമാക്കണം. ഏതാണ് നമ്മുടെ സ്വന്തം ബലത്തിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം ബുദ്ധിയിൽ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മാനേജ് ചെയ്തതിന് ശേഷം അവസാനം കർത്താവിൻ്റെ ഒരു കോപ്പറേഷൻ, അതിനല്ല ആശ്രയത്വം എന്ന് പറയുന്നത്. അപ്പോൾ ന്യായമായ ഒരു ചോദ്യം ചെയ്തു, പിന്നെ നിങ്ങളാണല്ലോ താനാണല്ലോ എന്തോ കാണിക്കുന്നത്. ഞാനും പണ്ട് ഇതൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിന് മാറ്റം. ആദ്യം കർത്താവേ വാട്ട് ഷുഡ് ഐ ഡു? കർത്താവെ അങ്ങ് അറിയാതെയും അനുവദിക്കാതെയും അല്ല ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ചില കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കേസസ്, അല്ല ചില രോഗങ്ങൾ, അല്ല ചില നമുക്ക് കുരു കഴിക്കാൻ വയ്യാത്ത ചില സീരിയസ് ഇഷ്യൂസ്, നമ്മൾ എത്ര ആലോചിച്ചാലും ഒരിടത്തഴിക്കുമ്പോൾ അടുത്തടുത്ത് മുറുകും. ഇല്ലേ? കടന്നു പോയിട്ടില്ലേ? ഈ ലോകത്തിൻ്റെ ഒരു തീര് നമ്മളെ അങ്ങ് എന്താ പറയുക, അങ്ങ് ഞെരുക്കുന്നത് പോലും കടന്ന് ഉറക്കം പറ്റുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കും, പലരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, അറിയാവുന്നവരോടൊക്കെ നമ്മൾ ഉപദേശം ചോദിക്കും. അതിന് ഇതിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം എൻ്റെ കർത്താവിന് ഒറ്റ വാക്കുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്രയും കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പം നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ പ്രഷറെല്ലാം കൂടെ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് ഈ പ്രഷർ കുക്കർ പോകുമല്ലേ, ഇങ്ങനെ പുകഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി എന്താ കൺഫസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്നത് എന്താ, ഡിക്ലെയർ ചെയ്യുന്നത് എന്താ? എൻ്റെ കർത്താവിന് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡീൽ ദിസ് ഇഷ്യൂ. ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശക്തി കർത്താവിനില്ല, അല്ല അതിനുള്ള പരിജ്ഞാനമില്ല. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്യണം. ഇത് മാനുഷിക ബുദ്ധിയിൽ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്നെക്കാട്ട് അറിവുള്ളവരോട് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ കർത്താവ് മാത്രം എനിക്ക് തുണ. ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. അങ്ങേക്ക് പക്ഷെ എന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറയുന്നവരെ കുറിച്ച് കർത്താവ് അങ്ങ് ഡിലേറ്റഡ് ആകുന്ന ബൈബിൾ പറയുന്നത്. അതാ വിശ്വാസം, ആശ്രയത്വം. നമുക്കൊരു നല്ല പ്രതിസന്ധി വന്നു, ഒരു ക്രൈസിസ് വന്നു, ഒരു എമർജൻസി വന്നു, നമ്മൾ ആദ്യം ആരെയായിരിക്കും വിളിക്കുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആളല്ലേ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരാൾ. അല്ലെങ്കിൽ രാത്രി 1 മണിക്ക് 2 മണിക്ക് വിളിച്ചാലും ഒരു എക്സ്ക്യൂസും ഇല്ലാതെ, ഒരു മുടന്തൻ ന്യായം പറയാതെ ഇതാ ഞാൻ എത്തി എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ആദ്യം വിളിക്കുന്നത്. കാരണം എന്താ? നമുക്കൊരു വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവരും നമ്മളെ സഹായിക്കും, അവരെ ആശ്രയിക്കാൻ കൊള്ളാം എന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഓൾമൈറ്റി ഗോഡ് അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, അല്ലേ?
ഓൾമൈറ്റി ഗോഡ് ഹു കൺട്രോൾസ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെ, ഈ ലോകം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല. ഈ ഗ്യാരണ്ടി പറയുന്നത് ഇപ്പോൾ ഭരണാധികാരികളും ഗ്യാരണ്ടി പറയും, അത് ഇന്ത്യയിൽ മാത്രമാണ്. ഇത് കർത്താവിന് അങ്ങനല്ല. യൂണിവേഴ്സ് ആൻഡ് ബിയോണ്ട് ദാറ്റ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പിടികിട്ടത്തില്ല എന്ന് മാത്രമാണ്. അതും അതിൻ്റെ അപ്പുറത്തും. അതിനെ മുഴുവൻ ഒറ്റ വാക്കിൽ നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് നമ്മുടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ പോലും നോക്കിയപ്പോഴും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും മനുഷ്യനിൽ ആശ്രയിക്കുന്നത്? ഉള്ളൊരു വാക്കുണ്ട് കേട്ടോ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ നമുക്കെല്ലാം അറിയാം, കാണാതൊക്കെ അറിയാം. സ്ഥിരം നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മളിതൊക്കെ കേൾക്കുന്നതാണ്, പ്രസംഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇവിടെ ഞാനീ പറയുന്നത് ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യുക. കാരണം എനിക്കങ്ങനെ ഒരു മിനിസ്റ്ററാണ്, എനിക്കൊന്ന് ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചൊറിഞ്ഞ് ഒന്ന് മാന്തി ആ സുബോധത്തിലോട്ടൊന്ന് കൊണ്ടുവരിക. ചിന്തിക്കുക, നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ബന്ധുക്കളിലാണ്, നമ്മുടെ മക്കളിലാണ്, നമ്മുടെ ജീവിത പങ്കാളിലാണ്, നമ്മുടെ സമ്പത്തിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ ഫ്രണ്ട്സിലാണ്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിലാണ്, അതോ കർത്താവിലാണ്? കർത്താവിൽ ആശ്രയിക്കുക. ബാക്കിയെല്ലാം ടെമ്പററിയാണ്. എത്ര വലിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ചെറിയ സംശയത്തിൻ്റെ പുരി വന്നാൽ മതി, ഇറ്റ്സ് ഓവർ. പിന്നെ പഴയ പോലെ ആരും ഇച്ചിരി പാടാം, അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.